നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അതിന്റെ ആക്സിയംസ്, ആംസ്ട്രോങ് ആക്സിയംസ് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ്? ഒരു റിലേഷനിലെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള കൺസ്ട്രെയിന്റ് ആണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഓക്കെ, അപ്പോ നമുക്കിപ്പോ എക്സ് ആരോ വൈ ആ രീതിയിലാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മളൊരു റിലേഷനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നാണ് അത് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, എക്സ് ഡിറ്റർമിൻസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് വൈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതായത് എക്സിന്റെ വാല്യൂ ഏതൊക്കെ ടപ്പിൾസിലാണോ സെയിം ഉള്ളത് അതിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂസും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അത് എക്സ് ഡിറ്റർമിൻസ് വൈ അല്ലെങ്കിൽ എക്സ് ആരോ വൈ ആ രീതിയിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പറഞ്ഞു. ട്രിവിയൽ, നോൺ ട്രിവിയൽ ആൻഡ് സെമി നോൺ ട്രിവിയലും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻഫറൻസ് റൂൾസ് ഓർ ആക്സിയോംസ്. അപ്പൊ നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടിയാൽ അതിനകത്ത് സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമുക്ക് എഴുതാൻ പറ്റും. ദെൻ നമുക്ക് അതിനകത്തുനിന്ന് ആംസ്ട്രോങ് ആക്സിയോംസ്, അപ്പൊ അതിനകത്ത് 7 ആക്സിയോംസ് ഉണ്ട്, 7 റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ 7 പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. ആ റൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഗിവൺ സെറ്റ് ഓഫ് എഫ് ഡിയിൽ നിന്ന് പുതിയ സെറ്റ് ഓഫ് എഫ് ഡീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർ ചെയ്യാൻ പറ്റും. അതാണ് ഇൻഫറൻസ് റൂൾസ് ഓർ ആക്സിയോംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിഫ്ലക്സീവ് റൂൾ, ട്രാൻസിറ്റിവിറ്റി റൂൾ, ഓഗ്മെന്റേഷൻ റൂൾ, ഡികമ്പോസിഷൻ, യൂണിയൻ, സ്യൂഡോ ട്രാൻസിറ്റീവ്, അതുപോലെ തന്നെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്രയും 7 റൂൾസ് ആണ് ഉള്ളത്. അതിനകത്ത് റിഫ്ലക്സീവ്, ട്രാൻസിറ്റിവിറ്റി, ഓഗ്മെന്റേഷൻ, ഡികമ്പോസിഷൻ, യൂണിയൻ ഓർ അഡിറ്റീവ് റൂൾ. ഓക്കെ, ദെൻ സ്യൂഡോ ട്രാൻസിറ്റീവ്. അപ്പൊ ഇത്രയും റൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ സ്കീമയിലുള്ള എഫ് ഡിസിൽ ഇത് റിപ്പീറ്റഡ്ലി ആഡ് ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സെറ്റ് ഓഫ് എഫ് ഡിസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ആംസ്ട്രോങ് ആക്സിയോംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പുതിയത് നമ്മൾ ഇൻഫർ ചെയ്യുന്നത്. അപ്പൊ അത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലോഷർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ക്ലോഷർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് വെച്ചാൽ നമുക്ക് ഗിവൺ സെറ്റ് ഓഫ് എഫ് ഡിസിൽ നിന്ന് ആംസ്ട്രോങ് ആക്സിയം റൂൾ യൂസ് ചെയ്തിട്ട് പുതിയ സെറ്റ് എഫ് ഡിസിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന്റെ ക്ലോഷറിനെ കണ്ടുപിടിക്കാം. ക്ലോഷർ മീൻസ് നമുക്ക് ആ ഒരു റിലേഷൻ സ്കീമയിലുള്ള എഫ് ഡിസിൽ ഓരോ ആട്രിബ്യൂട്ട്സും വേറെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് കണ്ടുപിടിക്കാം. ആ ഒരു മെത്തേഡാണ് ക്ലോഷർ. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം. എ ക്ലോഷർ ഓഫ് എ സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഡിഫൈൻ ഓൾ ദ എഫ് ഡിസ് ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എ ഗിവൺ സെറ്റ് ഓഫ് എഫ് ഡിസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡിയിൽ നിന്ന് പുതിയ എഫ് ഡിസിനെ ഡിറൈവ് ചെയ്യുക. അതിനാണ് നമ്മൾ, അല്ലെങ്കിൽ പുതിയ എഫ് ഡിസിനെ ഡിറൈവ് ചെയ്ത സെറ്റിനെയാണ് നമ്മൾ ക്ലോഷർ ഓഫ് ദ എഫ് ഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഫ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണമെങ്കിൽ ക്ലോഷറിനെ നമ്മൾ എങ്ങനെ റിപ്രസെന്റ് ചെയ്യും? എഫ് പ്ലസ് എന്ന് പറയും. ഓക്കെ, എഫ് എന്നുള്ളത് ഗിവൺ സെറ്റ് ഓഫ് എഫ് ഡിസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലോഷർ ഓഫ് എഫ് ഡി എന്ന് പറയുന്നത് എഫ് പ്ലസ് ആണ്. അപ്പൊ നമ്മൾ ആ എഫിൽ നിന്ന് എഫ് പ്ലസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞ ആംസ്ട്രോങ് ആക്സിയോംസ് അല്ലെങ്കിൽ ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കൊരു റിലേഷൻ സ്കീമ തന്നിട്ടുണ്ട്, നിങ്ങൾ സ്ക്രീനിൽ നോക്കാം. ആർ ഓഫ് എ ബി സി ഡി ഇ, അതായത് റിലേഷന്റെ പേര് ആർ എന്നാണ്. അതിനകത്തുള്ള ആട്രിബ്യൂട്ട്സ് എ ബി സി ഡി ആൻഡ് ഇ, ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ദെൻ ആ ഒരു റിലേഷൻ സ്കീമയിൽ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡിസ് ആണ് ആ ബ്രാക്കറ്റ്സിൽ തന്നിട്ടുള്ളത്. എ ഡിറ്റർമിൻസ് ബി, ബി ഡിറ്റർമിൻസ് സി, സി ഡിറ്റർമിൻസ് ഡി, ഡി ഡിറ്റർമിൻസ് ഇ. ഇത്രയും ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എഫ് ഗിവൺ സെറ്റ് ഓഫ് എഫ് ഡിസ് അതിനകത്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് എന്താണ്? ക്ലോഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. അതിനകത്തുള്ള ഓരോ ആട്രിബ്യൂട്ട്സിന്റെയും ക്ലോഷർ ആരൊക്കെയാന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് കമ്പ്യൂട്ട് ക്ലോഷർ ഓഫ് എ, ക്ലോഷർ ഓഫ് എ ബി, ക്ലോഷർ ഓഫ് സി ഡി. ഇത്രയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ക്ലോഷർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താന്ന് വെച്ചാൽ, ക്ലോഷർ ഓഫ് എ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോഷർ ഓഫ് എ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ പ്ലസ്.
എ പ്ലസ്, അതായത് ആട്രിബ്യൂട്ട് എന്റെ ക്ലോഷർ. അതായത് ആട്രിബ്യൂട്ട് ക്ലോഷർ എന്ന് പറഞ്ഞാൽ ആ എ എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് വേറെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ നമ്മുടെ റിലേഷൻ സ്കീമിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, അതാണ് ആട്രിബ്യൂട്ട് ക്ലോഷർ. ഓക്കെ, അപ്പൊ അതിന്റെ ആട്രിബ്യൂട്ട് ക്ലോഷർ നമ്മൾ എ പ്ലസ് എന്ന് എഴുതും. എ പ്ലസ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത്, നിങ്ങൾ ആ ഫിഗർ നോക്കാം, എ പ്ലസ് ആ എ പ്ലസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. അപ്പൊ അതിനകത്ത് ആട്രിബ്യൂട്ട് ക്ലോഷറിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്താണെങ്കിലും ഏതാണ്, ആ ആട്രിബ്യൂട്ട് തന്നെയായിരിക്കും. എ പ്ലസിന്റെ ഏത് ആട്രിബ്യൂട്ടിന്റെ ക്ലോഷർ എടുത്താലും ഫസ്റ്റ് സെറ്റിൽ വരുന്നത് ആ ആട്രിബ്യൂട്ട് ഇറ്റ്സെൽഫ് ആണ്. അത് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അതായത് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി നമുക്കറിയാം, ഒരു ആട്രിബ്യൂട്ട് അതിനോട് തന്നെ ഡിപ്പെൻഡന്റ് ആണ്. അതാണ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എനെ വെച്ചു. ഇനി എയിൽ നിന്ന് വേറെ ഏതിനൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, അതായത് എ എന്നുള്ള ആട്രിബ്യൂട്ടിൽ നിന്ന് വേറെ ഏതിനൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഗിവൺ എഫ് ഡിസിൽ നിന്ന് നോക്കാം. അപ്പോ ഗിവൺ സെറ്റ് ഓഫ് എഫ് ഡിസിൽ എയിൽ നിന്ന് ബിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റണ്ട. അപ്പൊ നമ്മൾ എഴുതുന്നത് എ പ്ലസ്, ആട്രിബ്യൂട്ട് ക്ലോഷർ ഓഫ് എ എന്ന് പറയുന്നത് എ പ്ലസ് എഴുതി, എ എന്ന് എഴുതി, എ എന്നുള്ള ഫസ്റ്റ് ആട്രിബ്യൂട്ട് എഴുതി. ദെൻ എയിൽ നിന്ന് വേറെ ഏതിനൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എഫ് ഡിസ് നോക്കുക. എയിൽ നിന്ന് ആരെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബീനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ബീനെ നമ്മൾ ആ ക്ലോഷർ സെറ്റിലേക്ക് ആഡ് ചെയ്തു. അഗെയിൻ അപ്പൊ നമുക്ക് എയും ബിയും കിട്ടി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ആക്സിയം റൂൾസ് അപ്ലൈ ചെയ്യുക, അതായത് ട്രാൻസിറ്റീവ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പൊ നോക്കാം, എയിൽ നിന്ന് ബീനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ ബിയിൽ നിന്ന് ഇവിടെ സീനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സീന്നും കൂടി ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഡിപ്പെൻഡൻസീസ് നോക്കാം. സിയിൽ നിന്ന് ഡീനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ നമ്മൾ സിയിൽ നിന്ന് എന്താണ് ഡീനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് ക്ലോഷറിൽ എഴുതുക. എഗെയിൻ ഡിയിൽ നിന്ന് അടുത്ത ആട്രിബ്യൂട്ട് ഏതാണ്, ഇനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ ഈ നമ്മുടെ ആ ക്ലോഷറിൽ വന്നു. അതായത് നമ്മളിപ്പോ ഇത്രയും ചെയ്തത് ട്രാൻസിറ്റിവിറ്റി റൂൾ അപ്ലൈ ചെയ്ത് ആ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എയുടെ നമ്മൾ ക്ലോഷർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഒരു ആട്രിബ്യൂട്ടിന്റെ ക്ലോഷർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ട് ഇറ്റ്സെൽഫ് അതിന്റെ ക്ലോഷറിൽ വരും. ക്ലോഷർ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ആട്രിബ്യൂട്ടിൽ നിന്ന് വേറെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും യൂസിങ് ആക്സിയോംസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എ എന്നുള്ളതിന്റെ ക്ലോഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, എയുടെ ക്ലോഷർ നമ്മൾ എഴുതി വെക്കുക, എ പ്ലസ് എന്ന് എഴുതുക. എ പ്ലസ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് എ പ്ലസിലെ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ക്ലോഷറിൽ ഫസ്റ്റ് സെറ്റ് ഏതായിരിക്കും, ആ ഒരു ആട്രിബ്യൂട്ട് ഇറ്റ്സെൽഫ് ആണ്, റിഫ്ലക്സീവ് പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പൊ നമുക്ക് എ പ്ലസ് എന്നുള്ള ആട്രിബ്യൂട്ട് ക്ലോഷറിൽ എ വന്നു. ഇനി നോക്കാം, എയിൽ നിന്ന് വേറെ ഏതിനൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ ഗിവൺ എഫ് ഡിസിൽ നമ്മൾ നോക്കാം. ഗിവൺ എഫ് ഡിസിൽ നോക്കുമ്പോൾ എയിൽ നിന്ന് ബി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ നമ്മൾ ബി എന്ന് ഇവിടെ എഴുതും. അഗെയിൻ എ ഉണ്ട് ബി ഉണ്ട്, ബിയിൽ നിന്ന് സീനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എഫ് ഡിസിൽ, അപ്പൊ നമ്മൾ സീനെ ആഡ് ചെയ്തു. അഗെയിൻ സിയിൽ നിന്ന് ഡി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ ഡിന്ന് ചെയ്തു. ഡിയിൽ നിന്ന് ഇനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെയും എന്താണ് ഇനെ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ഇതെല്ലാം ഈ എയുടെ ക്ലോഷറിൽ എ ബി സി ഡി വരാൻ കാരണം എന്താണ്, ട്രാൻസിറ്റിവിറ്റി റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഓരോന്നും ക്ലോഷർ സെറ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഗിവൺ എഫ് ഡി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്താ ഗിവൺ എഫ് ഡി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഇതിനകത്ത് ആ ട്രാൻസിറ്റിവിറ്റി റൂൾ അപ്ലൈ ചെയ്താൽ മതി. എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു എ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, എയിൽ നിന്ന് ബിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, സീനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, ഡിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, ഇനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതാണ് ആട്രിബ്യൂട്ട് ക്ലോഷർ ഓഫ് എ. അപ്പൊ അത് ഫസ്റ്റ് കഴിഞ്ഞു. അതാണ് ആട്രിബ്യൂട്ട് ക്ലോഷർ ഓഫ് എ. ഇനി അടുത്ത് നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ആട്രിബ്യൂട്ട് ക്ലോഷർ ഓഫ് ഏതാണ്, എ ബി. എ ബി ആണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ ഇവിടെ സോൾവ് ചെയ്തേക്കുന്നത് എ ഡി ആണ് കേട്ടോ. എ ഡി ആണ് സോൾവ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ മാറ്റാം. ക്വസ്റ്റ്യൻ നമ്മൾ എ ഡി ആക്കാം. ഓക്കെ, ക്വസ്റ്റ്യനില് എ ഡി. ഇനി ആട്രിബ്യൂട്ട് ക്ലോഷർ ഓഫ് എ ഡി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഫസ്റ്റ് എന്താണ് ആട്രിബ്യൂട്ട് ക്ലോഷർ ഓഫ് എ ഡി എന്ന് പറയുമ്പോഴത്തേക്കും എ ഡി പ്ലസ് ആണ്. എ ഡി പ്ലസ് ഇടുമ്പോൾ എ ഡി ഇറ്റ്സെൽഫ് ക്ലോഷറിൽ വന്നു റിഫ്ലക്സീവ് പ്രോപ്പർട്ടി വെച്ചിട്ട്. ഇനി നിങ്ങൾ നോക്കണം എയിൽ നിന്ന് വേറെ ആരൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ എഫ് ഡി നോക്കാം, എഫ് ഡി സെറ്റ് നോക്കാം. അപ്പൊ എന്താണ്, എ ഡി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും,
ബിയിൽ നിന്ന് സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, സിയിൽ നിന്ന് ഡി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഡി ഓൾറെഡി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെന്താണ്, ഡിയിൽ നിന്ന് ഇയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ക്ലോഷർ ആരൊക്കെ വന്നു? എ, ഡി, ബി, സി, ഇ. നമുക്ക് പിടികിട്ടി കാണുന്നു വിചാരിക്കണോ? ഇതാണ് ആട്രിബ്യൂട്ട് ക്ലോഷർ. ഓക്കെ, ഇനി അടുത്തത് ക്ലോഷർ ഓഫ് സി ഡി കണ്ടുപിടിക്കുക. സി ഡി കണ്ടുപിടിക്കുക. ആട്രിബ്യൂട്ട് ക്ലോഷർ ഓഫ് സി ഡി എന്ന് പറയുമ്പോഴത്തേക്കും എഗെയിൻ എന്ത് എഴുതുക? സി ഡിയുടെ ക്ലോഷർ പറഞ്ഞാൽ സി ഡി പ്ലസ് ആണ്. സി ഡി പ്ലസിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ട്സ് സി ഡി തന്നെ വന്നു, കാരണം റിഫ്ലക്സീവ് പ്രോപ്പർട്ടി. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ എഫ് ഡിസിലേക്ക് പോവുക. എഫ് ഡിസ് നോക്കുക. എഫ് ഡി നോക്കുക. ഓക്കെ, സി ഡിയുടെ ക്ലോഷർ ആണ് കാണേണ്ടത്. സി ഡിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ സി ഡി പ്ലസ് എന്ന് എഴുതി. സി ഡി പ്ലസ് എന്ന് പറഞ്ഞിട്ട് സി ഡി വന്നു. സി ഡിയിൽ നിന്ന്, അതായത് ഈ സി ഡി ആട്രിബ്യൂട്ട്സിൽ നിന്ന് വേറെ ആരെയൊക്കെ ഇൻഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഡിപ്പെൻഡൻസി നോക്കാം. സിയിൽ നിന്ന് നോക്കുക, ഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് എഴുതിയിട്ടുണ്ട്, അപ്പൊ പിന്നെ വീണ്ടും അത് എഴുതേണ്ട ആവശ്യമില്ല. നോക്ക്, ഡിയിൽ നിന്ന് ഇ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ ഡിയിൽ നിന്ന് ഇ ഡിറ്റർമിൻ ചെയ്തു. പിന്നെ വേറെ ആരാ ഉള്ളത്? വേറെ ഒന്നുമില്ലല്ലോ. സി ഡി എന്ന് പറഞ്ഞ സി ഡി എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ ക്ലോഷർ എന്ന് പറഞ്ഞാല് സി ഡി നമ്മൾ എഴുതി. പിന്നെ നമ്മൾ ഡിപ്പെൻഡൻസി നോക്കാം. സിയിൽ നിന്ന് ഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, അപ്പൊ സിയിൽ ഡി ഓൾറെഡി നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് സെറ്റില്, അപ്പൊ പിന്നെ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഡിയിൽ നിന്ന് ഇ ഇവിടെ വരുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത് എഴുതുക? ഡിയിൽ നിന്ന് ഇ ഇവിടെ വരുന്നുണ്ട്, അപ്പൊ അതും ഇ എന്നുള്ളത് നമ്മൾ സെറ്റിലേക്ക് കയറ്റുക. ഓക്കെ, അപ്പൊ സി ഡിയുടെ ക്ലോഷറിൽ ആരൊക്കെ വരും? സി വന്നു, ഡി വന്നു, ഇ വന്നു. ഇതാണ് അതിന്റെ ക്ലോഷർ. സി വന്നു, ഡി വന്നു, ഇ. ഇതാണ് അതിന്റെ ക്ലോഷർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതാണ് ക്ലോഷർ. അപ്പൊ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ക്ലോഷർ ഓഫ് ആൻ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഏതൊക്കെ ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് വേറെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും യൂസിങ് ആംസ്ട്രോങ് ആക്സിയംസ്. അതാണ് ക്ലോഷർ. അപ്പൊ ഇത് മനസ്സിലായാലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് മിനിമൽ കവർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലോഷർ എന്താന്ന് മനസ്സിലാക്കുക. ഗിവൺ എഫ് ഡിയിൽ നിന്ന് നമുക്ക് ഓരോ ആട്രിബ്യൂട്ട്സിന്റെ ക്ലോഷർ കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മിനിമൽ കവർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അടുത്തത് ഇക്വലന്റ് സെറ്റ് ആട്ടോ. മിനിമൽ കവർ അല്ല, ഇക്വലന്റ് സെറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ഒരു റിലേഷൻ സ്കീമയിൽ 2 സെറ്റ് എഫ് ഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ 2 എഫ് ഡി സെറ്റും ഈക്വലന്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ക്രീനിൽ ഇ എന്നുള്ള ഒരു എഫ് ഡി സെറ്റും തന്നിട്ടുണ്ട്, എഫ് എന്നുള്ള വേറൊരു എഫ് ഡി സെറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ 2 എഫ് ഡിസും ആ റിലേഷൻ സ്കീമയിൽ ഇക്വലന്റ് ആണോ, അല്ലെങ്കിൽ ഇക്വലൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പം ഈ ഇക്വലന്റ് ടു എഫ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എന്ത്? ഇ കവർ എഫും എഫ് കവർ ഇ എന്നുള്ള സംഭവം നോക്കുക. അപ്പോ ഈ ഒരു റിലേഷൻ സ്കീമയില് 2 എഫ് ഡിസ് ഇക്വലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ആ 2 എഫ് ഡിസും കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇ എന്നുള്ള എഫ് ഡി സെറ്റും ഉണ്ട്, എഫ് എന്നുള്ള എഫ് ഡി സെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇ കവർ എഫും എഫ് കവർ ഇയും ട്രൂ ആണോ എന്ന് ആദ്യമേ കണ്ടുപിടിക്കണം. എന്താണ് കവർ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ആ 2 കണ്ടീഷൻസും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ 2 സെറ്റ് ഓഫ് എഫ് ഡിസും ഈക്വലന്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് ഇ കവർ എഫ്, പിന്നെ എഫ് കവർ ഇ. അതായത് നമ്മളിപ്പോ അത് ഡിനോട്ട് ചെയ്യുന്നത്, ഇ കവർ എഫ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇ കവർ എഫ്. ഈ രീതിയിലാണ് നമ്മൾ ഇ കവർ എഫ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, ഒന്നുകിൽ നമ്മൾ അത് സെന്റൻസ് ആയിട്ട് എഴുതുക, കവർന്നായിട്ട് എഴുതുക, അല്ലെങ്കിൽ ഈ ഒരു സിമ്പൽ യൂസ് ചെയ്യുക. ഈ കവർ എഫ് എന്നുള്ളത് ഈ സിമ്പൽ യൂസ് ചെയ്യുക. എഫ് കവർ ഇ എന്ന് പറയുമ്പോൾ എഫ് കവർ എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഉണ്ട്, ഈ കവർ എഫ്. ഈ കവർ എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എഫിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും, ഇതും ഈ എഫും 2 സെറ്റ് ഓഫ് എഫ് ഡിസ് ആണ്. അപ്പൊ ഈ കവർ എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എഫിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും ഇ എന്നുള്ള എഫ് ഡി സെറ്റിലോ അല്ലെങ്കിൽ ഇയുടെ ക്ലോഷറിലോ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ കവർ എഫ്.
ഓക്കെ. അപ്പൊ എഫിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും ഇയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ കവർ എഫ് ട്രൂ ആണെന്ന് പറയാം. ഓക്കെ. ഇനി എഫ് കവർ ഇ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? എഫ് കവർ ഇ. അപ്പൊ അതിന്റെ മീനിങ് ഇയിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും എഫ് എന്നുള്ള ഡിപ്പെൻഡൻസി സെറ്റിൽ ഉണ്ടോന്ന് നോക്കാം. ഡയറക്ട്ലി ഉണ്ടോന്ന് നോക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഉണ്ടോന്ന് നോക്കാം. അപ്പം അതും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പും ട്രൂ ആന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് സ്റ്റെപ്പ് എന്ത് എഴുതാൻ പറ്റും? ഈ ഇക്വലന്റ് ടു എഫ് എന്ന് പറയാൻ പറ്റും. അതായത് ഇ എന്നുള്ള എഫ് ഡിയുടെ സെറ്റും എഫ് എന്നുള്ള എഫ് ഡിയുടെ സെറ്റും ആ സെയിം റിലേഷനിൽ ഇക്വലന്റ് സെറ്റ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇനി എങ്ങനെയാണ് കവർ എഫ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ. അതെങ്ങനെയാന്നുള്ളത് നോക്കാം. ഇതൊക്കെ മിക്കവാറും പ്രോബ്ലം ചോദിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു പ്രോബ്ലത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ ആവശ്യമാണ്, നെറ്റ് എക്സാം അങ്ങനെയുള്ള എക്സാമിനൊക്കെ നമുക്ക് ഈ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. എഫ് കവർ ഇക്വലൻസ് ആണോ, അല്ലെങ്കിൽ മിനിമൽ കവർ എന്താണ്, അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് കവർ കണ്ടുപിടിക്കണേ എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഒന്നുകൂടെ നോട്ട് നോക്കാം. നമുക്ക് രണ്ട് എഫ് ഡിസ് തന്നിട്ടുണ്ട്, എ ടു ബി, എ ബി ടു സി, ഡി ടു എ സി, ഡി ടു ഇ. ഇതെല്ലാം എഫ് ഡിസാ. ഇതെല്ലാം ഒരു റിലേഷനിലുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ്. ആ റിലേഷൻ സ്കീമയിലെ തന്നെ വേറൊരു എഫ് ഡി സെറ്റ് ആണ് എഫ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, എ ടു ബി സി, ഡി ടു എ. ഓക്കെ. അപ്പം ഈ രണ്ട് എഫ് ഡി സെറ്റും ഇയും എഫും ഈക്വലന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്? ഈ കവർ എഫ് ആൻഡ് എഫ് കവർ ട്രൂ ആണോ എന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഈ കവർ എഫ് ഈ കവർ എഫ് എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താണ്? ഓൾ ഫങ്ഷണൽ ഡിപെൻഡൻസി ഇൻ എഫ് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ഇ. അതായത് ഈ കവർ എഫ്, എഫിലുള്ള എല്ലാ ഡിപെൻഡൻസീസും ഇയിൽ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ കവർ എഫ്. ഇനി എഫ് കവർ ഇ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താണ്? ഇയിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും എഫിൽ നിന്ന് എഫ് പിന്നോ അല്ലെങ്കിൽ എഫിൽ നിന്ന് ഇൻഫർ ചെയ്യാനോ പറ്റും. അതാണ് അതിന്റെ രണ്ടിന്റെ മീനിങ്. അതെങ്ങനെയാണ് ചെയ്യണ്ടേ അതാണ് അടുത്ത സ്റ്റെപ്പ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. രണ്ട് എഫ് ഡിസ് തന്നിട്ടുണ്ട്, എ ടു ബി. ചെക്ക് ചെയ്യാൻ ഓക്കെ, പ്രോബ്ലം ഉള്ളത് നോക്കാം. ഇത് ഈ സെറ്റ്, ഈ ഒരു പ്രോബ്ലം നോക്കാം. Given two set F and E of FDs for a relation, ഇയും എഫ് തന്നിട്ടുണ്ട്, അത് രണ്ട് ഇക്വലന്റ് ആണോ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഈ കവർ എഫ് നോക്കാം. ഈ കവർ എഫ്, ഈ കവർ എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എഫിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും, എഫിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും ഇയിലുണ്ടോ അല്ലെങ്കിൽ ഇയിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എഫിലുള്ള ഓരോ ഡിപ്പെൻഡൻസീസും ഏതാന്ന് ആദ്യമേ പറക്കി വെക്കാം. എഫിലുള്ള ഡിപ്പെൻഡൻസീസ് ഇതാട്ടെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാ. എഫിലുള്ള ഫസ്റ്റ് ഡിപ്പെൻഡൻസി എ ഡിറ്റർമിൻസ് ബി സി, ഇത് എഴുതി വെച്ചു. എ ഡിറ്റർമിൻസ് ബി സി. ഇത് ഇയിലുണ്ടോന്ന് നോക്കാം. എ ഡിറ്റർമിൻസ് ബി സി ഇവിടെ ഓക്കെ അല്ല. എ ഡിറ്റർമിൻസ് ബി സി ഡയറക്ട്ലി ഇയിലില്ല. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എ ഡിറ്റർമിൻസ് ബി സി എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഡയറക്ട്ലി ഇ എന്നുള്ള സെറ്റിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എ ഡിറ്റർമിൻസ് ബി സിയുടെ ക്ലോഷർ കണ്ടുപിടിക്കാം. ഓക്കെ. എ ഡിറ്റർമിൻസ് ബി സിയുടെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഇങ്ങനത്തെ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ട് അതിന്റെ ക്ലോഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള സാധനത്തിന്റെ ക്ലോഷർ കണ്ടുപിടിച്ചാൽ മതി. എ പ്ലസിന്റെ ക്ലോഷർ കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ എ ഡിറ്റർമിൻസ് ബി സി ഇവിടെ ഇയിലുണ്ടോന്നാണ് നോക്കേണ്ടത്. അപ്പൊ എ ഡിറ്റർമിൻസ് ബി സി ഡയറക്ട്ലി ഇയിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എയുടെ ക്ലോഷർ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. വിത്ത് റെസ്പെക്ട് ടു ഇ കണ്ടുപിടിക്കുക. നിങ്ങൾ അത് ഓർത്തിരിക്കണം, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തിരിക്കണം. ഓരോ ഡിപ്പെൻഡൻസി എടുക്കുക. ഈ ഡിപ്പെൻഡൻസി എടുത്തു, അത് ഡയറക്ട്ലി ഇയിൽ ഉണ്ടോന്ന് നോക്കുക. ഡയറക്ട്ലി ഇയിലില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ എ ഡിറ്റർമിൻസ് ബി സിയുടെ ക്ലോഷർ കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ എഴുതിയേക്കണം, എ പ്ലസ്. എ പ്ലസ് എന്ന് പറയുന്നത് എയുടെ ക്ലോഷർ ആണ്. എ പ്ലസ് എവിടെ നിന്ന് കണ്ടുപിടിക്കണം? ഈ സെറ്റിൽ നിന്ന് കണ്ടുപിടിക്കണം. മറ്റേ സെറ്റിൽ ഉണ്ടോന്നല്ലേ നോക്കേണ്ടത്, ഈ സെറ്റിൽ നിന്നാണ് അതിന്റെ ക്ലോഷർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എയുടെ ക്ലോഷർ ഏതൊക്കെ വരും? എയുടെ ക്ലോഷർ ഏതൊക്കെ വരും? എയുടെ ക്ലോഷർ എന്ന് പറയുന്നത് എ പ്ലസ്, എ വന്നു. ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. ഏതാണ്? ബി വന്നു. നമുക്ക് എ ബിന്ന് സി വന്നു. അപ്പൊ എ ബിന്ന് സി വന്നു. വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ എയുടെ ക്ലോഷറിൽ ആരൊക്കെ വന്നു? എയും ബിയും സിയും വന്നു.
ഇനി നോക്കാം എ ഡിറ്റർമിൻസ് ബി സി. ഈ സാധനം ഇവിടെ ഇതിന്റെ ക്ലോഷർ ഉണ്ടോന്ന്. അപ്പൊ എ ഡിറ്റർമിൻസ് ബി സി ഉണ്ടോന്നല്ലേ നോക്കേണ്ടത്. എ ഡിറ്റർമിൻസ് ബി സി അല്ലേ? എയിൽ നിന്ന് ബിയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, സിയെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഡിപ്പെൻഡൻസി നമ്മുടെ ഇയുടെ ക്ലോഷറിൽ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അതാണ് ഇത് എഴുതുന്നത്. എ ക്ലോഷർ ഇൻക്ലൂഡ് ബി ആൻഡ് സി. അപ്പൊ ആ ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്തു. ഇനി അടുത്ത ഏതാണ്? ഡി ഡിറ്റർമിൻസ് ഇ എ ഇ. ഇതാണ് ഡി ഡിറ്റർമിൻസ് എ ഇ. ഇയിലുണ്ടോന്ന് നോക്കാം. ഡി ഡിറ്റർമിൻസ് എ ഇ ഡയറക്ട്ലി ഇയിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിയുടെ ക്ലോഷർ കണ്ടുപിടിക്കുക. ഡിയുടെ ക്ലോഷർ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം, ഇയിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഡിയുടെ ക്ലോഷറിൽ ആരൊക്കെ വരും? ഡി വന്നു. ഡിയിൽ നിന്ന് എ സി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, എ സി എന്ന് എഴുതി. പിന്നെ ഡിയിൽ നിന്ന് ഇ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, ഇന്ന് എഴുതി. പിന്നെന്താണ്? ഇവിടെ നോക്ക്, എയിൽ നിന്ന് ബി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ എയിൽ നിന്ന് ബിനെ നമ്മൾ എഴുതി. ഓക്കെ, അപ്പൊ ഡിയുടെ ക്ലോഷറിൽ ഡി ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, ബി ഉണ്ട്. നമ്മൾ നോക്കാം നമ്മുടെ ഈ ഡി ഇവിടെ ഉണ്ടോന്ന് നോക്കാം. ഡിയിൽ നിന്ന് എ ഇ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കാം. അപ്പൊ ഡിയിൽ നിന്ന് എ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ ഡി നമ്മുടെ ഡിയുടെ ക്ലോഷറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ എഫിനെ കവർ ചെയ്യുന്നുണ്ട്. അതായത് എഫിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും ഇയിൽ ഡയറക്ട്ലി ഇല്ല, പക്ഷെ ഇൻഡയറക്ട്ലി അതിന്റെ ക്ലോഷറിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് 1 നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, ഇത് കുറച്ച് ശ്രദ്ധിച്ചിരുന്നാലാണ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോണ സാധനമാണ്. ഇതുപോലെ തന്നെ ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? എഫ് കവർ ഇ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എഫ് കവർ ഇ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇയിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും എഫിൽ ഡയറക്ട്ലി ഉണ്ടോ? ഡയറക്ട്ലി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലോഷറിൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇയിലുള്ള ഓരോ ഡിപ്പെൻഡൻസീസും എടുക്കുക. ഇയിലുള്ള ഫസ്റ്റ് ഡിപ്പെൻഡൻസി എടുത്തു. ഇതിലുള്ള ഫസ്റ്റ് ഡിപ്പെൻഡൻസി എ ഡിറ്റർമിൻസ് ബി, അതെടുത്തു. എ ഡിറ്റർമിൻ ബി ഡയറക്ട്ലി എഫിലുണ്ടോ നോക്കി. ഡയറക്ട്ലി ഇല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ക്ലോഷർ കണ്ടുപിടിക്കുക. ഡയറക്ട്ലി ഇല്ലാത്തപ്പോ നമ്മൾ ക്ലോഷറിൽ കണ്ടുപിടിക്കുക. അപ്പൊ അതാണ് ഇവിടെ എഴുതിയേക്കണ എയുടെ ക്ലോഷർ. എയുടെ ക്ലോഷർ ഇതാണല്ലോ നോക്കേണ്ടത്. എയുടെ ക്ലോഷർ ഇവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഉണ്ടോന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ക്ലോഷറിലാണ് നോക്കേണ്ടത്. അപ്പൊ എയിൽ നിന്ന് എ എഴുതി, എയിൽ നിന്ന് ബി സി ഉണ്ട്, ബി സി എഴുതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്ത് കൺക്ലൂഡ് ചെയ്യാം? എ ഡിറ്റർമിൻസ് ബി. ഓക്കെ, ഇനി അടുത്തത് എ ബി ഡിറ്റർമിൻസ് സി. ഇത് നോക്കാം. എ ബി ഡിറ്റർമിൻസ് സി ഡയറക്ട്ലി എഫിൽ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? എ ബിയുടെ ക്ലോഷർ കണ്ടുപിടിച്ചു. എ ബിയുടെ ക്ലോഷറിൽ ആരൊക്കെ വരും? എയും വരും, ബിയും വരും. ഫസ്റ്റ് റിഫ്ലക്സീവ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് കിട്ടും. പിന്നെന്താണ്? വേറെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് എഴുതാനില്ല. എ ബിയുടെ ക്ലോഷറിൽ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനില്ല. നമുക്ക് അത്രേ ഉള്ളൂ എ ബിയുടെ ക്ലോഷർ സെറ്റ്. നോക്കാം എ ബി ഡിറ്റർമിൻ സി ഉണ്ടോ എന്ന് നോക്കാം. എ ബി സി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്തു. ഇത് ഓക്കെ, ഇത് ഓക്കെ. ഇനി അടുത്ത എഫ് ഡി എടുക്കാം. അടുത്ത എഫ് ഡി എടുക്കുമ്പോ ഡി ഡിറ്റർമിൻസ് എ സി ഇതാണ്. അപ്പൊ നമ്മൾ ഡി ഡിറ്റർമിൻസ് എ സി ഡയറക്ട്ലി ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഡിയുടെ ക്ലോഷർ കണ്ടുപിടിക്കുക. ഡിയുടെ ക്ലോഷറിൽ ആ ഫസ്റ്റ് എലമെന്റ് ഡി തന്നെയാണ്. ബാക്കിയുള്ള നോക്കി ഡിയിൽ നിന്ന് എയും ഇയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എയും എഴുതി, ഇയും എഴുതി. വീണ്ടും നോക്കാം. എയിൽ നിന്ന് ബിയും സിയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ബിയും സിയും കൂടി അതിന്റെ ക്ലോഷർ സെറ്റിലേക്ക് ആഡ് ചെയ്തു. ദെൻ ചെക്ക് ചെയ്യുക ഡി ഡിറ്റർമിൻസ് എ സി ഇവിടെ ഉണ്ടോന്ന്. ഡിയിൽ നിന്ന് എയും കിട്ടി, ഡിയിൽ നിന്ന് സിയും കിട്ടി. ഓക്കെ, അപ്പൊ ഡിയുടെ ക്ലോഷറിൽ എ സി ഉണ്ട്. അപ്പൊ അതും ഓക്കെ. ഇനി അടുത്ത എഫ് ഡി എടുക്കാം. അടുത്ത എഫ് ഡി ഏതാണ്? ഡി ഡിറ്റർമിൻസ് ഇ. ഡി ഡിറ്റർമിൻസ് ഇ ഡയറക്ട്ലി എഫിലുണ്ടോ എന്ന് നോക്കാം. ഡി ഡിറ്റർമിൻസ് ഡയറക്ട്ലി നോക്കാം. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിയുടെ ക്ലോഷർ കണ്ടുപിടിക്കുക. ഡിയുടെ ക്ലോഷറിൽ ഡി ഉണ്ട്, വേറെ ആരും കണ്ടുപിടിക്കുക. ഡിയുടെ ക്ലോഷറിൽ എ ഉണ്ട്, ഇ ഉണ്ടെന്നു. എയിൽ നിന്ന് ബിയും സിയും ഉണ്ട്. അപ്പൊ എയിൽ നിന്ന് ബി ഉണ്ട്, സിയും ഉണ്ട്. ഓക്കെ,
ഇനി നോക്കാം ഡി ഡിറ്റർമിൻസ് ഇ, ഡിയുടെ ക്ലോഷറിൽ ഇ ഉണ്ടോ ഉണ്ട്. അപ്പം അത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ 4 എഫ് ഡിസും ഓക്കെയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എഫ് കവർ ഇതിനുള്ളത് എഴുതാം. സ്റ്റെപ്പ് 1 ഓക്കെ ട്രൂ ആണ്, സ്റ്റെപ്പ് 2 ട്രൂ ആണ്. ഈ 2 സ്റ്റെപ്പും ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഇക്വലന്റ് ടു എന്ന് എഴുതാൻ പറ്റും. ഇത്രേ ഉള്ളൂ സംഭവം. ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് മിനിമൽ കവറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താ സ്റ്റെപ്പ് എന്നുള്ളത്, അതായത് ആട്രിബ്യൂട്ട് ക്ലോഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്നുള്ളതും ഇക്വലൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്നുള്ളതും മനസ്സിലാക്കണം. അപ്പൊ ആട്രിബ്യൂട്ട് ക്ലോഷർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, എഫ് ഡിസിൽ നിന്ന് നമ്മൾ റൂൾസ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ആട്രിബ്യൂട്ട് സെറ്റ് ആണ്. അപ്പോൾ ഒരു എഫ് ഡിയുടെ ആട്രിബ്യൂട്ട് ക്ലോഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ എഫ് ഡിയുടെ LHSലുള്ള ആട്രിബ്യൂട്ടിന്റെ ക്ലോഷർ ആ എഫ് ഡിയിൽ നിന്ന് നമ്മൾ റൂൾസ് അപ്ലൈ ചെയ്ത് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആട്രിബ്യൂട്ട് ക്ലോഷർ എപ്പോഴും ആട്രിബ്യൂട്ട് ക്ലോഷർ, ഒരു ആട്രിബ്യൂട്ടിന്റെ ക്ലോഷറിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ആ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി അത് തന്നെയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് വേറെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എഫ് ഡി നോക്കി ആഡ് ചെയ്ത് സെറ്റിലേക്ക് ആഡ് ചെയ്ത് പോവുക. അതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്വലൻസ്, 2 സെറ്റ് ഓഫ് എഫ് ഡിസ് തന്നിട്ട് അത് ഇക്വലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പം F1 ഈ എഫ് എന്ന് പറഞ്ഞ 2 എഫ് ഡി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കവർ എഫും എഫ് കവർ ഇയും ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അത് രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ 2 എഫ് ഡി സെറ്റും ആ റിലേഷൻ സ്കീമില് ഇക്വലൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ കവർ എന്ന് പറഞ്ഞാൽ ഈ കവർ എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എഫിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും ഇയിലുണ്ട്. ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ മറ്റേ സെറ്റിലുള്ളതാണ് ഡയറക്ട്ലി. ഇൻഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ക്ലോഷറിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഈ കവർ എഫ് എന്ന് പറയുമ്പോഴത്തേക്കും എഫിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും ഇയിലോ ഇയുടെ ക്ലോഷറിലോ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ കവർ എഫ്. സിമിലർലി എഫ് കവർ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും എഫിലോ എഫിന്റെ ക്ലോഷറിലോ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആ 2 ഡിപ്പെൻഡൻസീസും ഇക്വലന്റ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും ആ ആട്രിബ്യൂട്ട് ക്ലോഷർ എഴുതുമ്പോൾ മാത്രമാണ് കൺഫ്യൂഷൻ വരുള്ളൂ. ആട്രിബ്യൂട്ട് ക്ലോഷർ എഴുതുമ്പോൾ എപ്പോഴും ആ ആട്രിബ്യൂട്ടിൽ നിന്ന് വേറെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ ക്ലോഷർ സെറ്റിലേക്ക് ആഡ് ചെയ്യുന്ന ഓരോ ആട്രിബ്യൂട്ടിൽ നിന്നും അടുത്ത ആട്രിബ്യൂട്ട് ഏതൊക്കെ ആട്രിബ്യൂട്ട്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി സെറ്റിലേക്ക് ആഡ് ചെയ്ത് പോരുക. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്താണ് ഇത്? ഫങ്ഷൻ ഡിപ്പെൻഡൻസിയുടെ ഇക്വലൻസ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഈ ഒരു നോട്ട് നോക്കി ഇതിനകത്ത് എങ്ങനെ ചെയ്തെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വേറൊരു പ്രോബ്ലം കൂടി ചെയ്യാം. 2 എഫ് ഡിസ് തന്നിട്ടുണ്ട്, എക്സും വൈയും. അപ്പൊ എക്സില് എ ഡിറ്റർമിൻസ് ബി ഉണ്ട്, വൈയില് എ ഡിറ്റർമിൻസ് ബി, ബി ഡിറ്റർമിൻസ് സി, എന്താണ് സി, എ ഡിറ്റർമിൻസ് സി. അപ്പൊ 3 എഫ് ഡിസ് വൈയിലും ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇക്വലൻസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 സ്റ്റെപ്പ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ് കവർ എഫ് വൈയും ചെയ്യാം, വൈ കവർ എക്സും ചെയ്യാം. ഓക്കെ, അത് രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വലൻ ടു വൈ എന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ് കവർ വൈ, എക്സ് കവർ വൈ. അപ്പൊ നിങ്ങൾ ആ ഒരു എക്സ് കവർ വൈ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എക്സ് കവർ വൈ. അപ്പൊ അതിന്റെ മീനിങ് എന്താ? വൈയിലുള്ള എല്ലാ എഫ് ഡിസും എല്ലാം എക്സിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ വൈയിലുള്ള എല്ലാ എഫ് ഡിസ് എന്ന് പറഞ്ഞാൽ ഓരോന്ന് എടുക്കുക, ഓരോന്ന് പെറുക്കി ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ വൈയിലുള്ള ഫസ്റ്റ് എഫ് ഡി ഏതാ? എ ഡിറ്റർമിൻസ് ബി ആണ്. എ ഡിറ്റർമിൻസ് ബി ആണ് ഫസ്റ്റ് എഫ് ഡി. എ ഡിറ്റർമിൻസ് ബി ഡയറക്ട്ലി എക്സിൽ ഉണ്ടോ എന്ന് നോക്കാം. ഡയറക്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ? അപ്പൊ അത് എക്സിസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ഏതാണ്? രണ്ടാമത്തെ ഫംഗ്ഷൻ ഡിപെൻഡൻസ് ഏതാണ്? ബി ഡിറ്റർമിൻസ് സി. ബി ഡിറ്റർമിൻസ് സി, ബി ഡിറ്റർമിൻസ് സിനെ ബി ഡിറ്റർമിൻസ് സി ഡയറക്ട്ലി ഇവിടെ ഉണ്ടോ നോക്കാം. ഡയറക്ട്ലി ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബി ഡിറ്റർമിൻസ് സി ഡയറക്ട്ലി എക്സിൽ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം?
ക്ലസ്റ്റർ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. ഇവിടെയല്ലേ ഉണ്ടോന്ന് നോക്കേണ്ടത്. അപ്പൊ അവിടെ ഉണ്ടോന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ബിയുടെ ക്ലോഷറിൽ ആരും വരും? ബി വരും, വേറെ ആരും വരില്ല, കാരണം ഇവിടെ വേറെ ഒന്നുമില്ല, ഒറ്റ എഫ് ഡി ഉള്ളൂ. അപ്പൊ ബിയുടെ ക്ലോഷറിൽ ബി മാത്രമേ ഉള്ളൂ, ബിയുടെ ക്ലോഷറിൽ സി ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബി ഡിറ്റർമിൻ സി എക്സിൽ ഇല്ല എന്ന് പറയാം. എഴുതി, ഒരു സെന്റൻസ് എഴുതി. ഇനി അടുത്ത എഫ് ഡി എടുക്കാം. അടുത്ത എഫ് ഡി എന്ന് പറഞ്ഞാൽ എ ഡിറ്റർമിൻ സി. ഇത് ഡയറക്ട്ലി എക്സിൽ ഉണ്ടോന്ന് നോക്കാം. ഉണ്ടോന്ന് നോക്കാം. ഡയറക്ട്ലി ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? എയുടെ ക്ലോഷർ കണ്ടുപിടിക്കാം. എയുടെ ക്ലോഷറിൽ ആരൊക്കെ വരും? എയും വരും, ബിയും മാത്രമേ വരുള്ളൂ ഇവിടെ നിന്ന്. അപ്പൊ അതിനകത്തും എയുടെ ക്ലോഷറിലും സി വന്നിട്ടില്ല. എയുടെ ക്ലോഷറിൽ സി ഇല്ല. നമുക്ക് എന്ത് എഴുതാം? എ ഡിറ്റർമിൻ സിയും നമ്മുടെ എക്സിൽ ഇല്ലാന്ന് മനസ്സിലായി. നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഹിയർ എക്സ് കവർ വൈ ഈസ് നോട്ട് വാലിഡ്, സോ എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഈക്വൽ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പില് എക്സ് കവർ വൈ, വൈ കവർ എക്സ്. അപ്പം എക്സ് കവർ വൈയില് എന്താണ്? രണ്ട് എഫ് ഡിസ് കവർ ചെയ്യണില്ല. ഓക്കെ, എക്സ് കവർ വൈ എന്ന് പറയുമ്പോൾ വൈയിലുള്ള രണ്ട് എഫ് ഡിസ് എക്സിന്റെ എഫ് ഡി സെറ്റിലേക്ക് കവർ ആവണില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഫോൾസ് ആയി. സോ വി ക്യാൻ കൺക്ലൂഡ് എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഈക്വലന്റ്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും. പിന്നെ അടുത്തത് മിനിമൽ കവർ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ വെച്ചിട്ട് മെയിൻലി ചോദിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് ക്ലോഷർ സെറ്റ് കണ്ടുപിടിക്കാൻ, രണ്ടാമത്തത് ഇക്വലൻസ് കണ്ടുപിടിക്കാൻ, മൂന്നാമത്തത് മിനിമൽ കവർ കണ്ടുപിടിക്കാൻ. ഇനി മിനിമൽ കവർ ഓഫ് എഫ് ഡിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു റിലേഷൻ സ്കീമിൽ ഒരു സെറ്റ് ഓഫ് എഫ് ഡിസ് തന്നു. എഫ് എന്നുള്ള എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് എഫ് ഡിസ് തന്നു. ഇനി അതിന്റെ മിനിമൽ കവറിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് വെച്ചിട്ടാണ്. എഫ് ഡാഷ്. ഓക്കെ, അപ്പൊ എഫ് എന്നുള്ളതാണ് നമ്മുടെ സെറ്റ് ഓഫ് എഫ് ഡിസിൽ. ആ എഫ് ഡിസിന്റെ മിനിമൽ കവർ എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് ഡാഷ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഈ മിനിമൽ കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ എഫ് ഡിസില് റിഡൻഡന്റ് എഫ് ഡിസും ഇല്ല, റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സും ഇല്ലാത്ത ഒരു സെറ്റ് ആക്കി മാറ്റുന്നതാണ് മിനിമൽ കവർ. അപ്പൊ എഫ് എന്നുള്ള എഫ് ഡിയുടെ മിനിമൽ കവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഡാഷ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആ എഫ് ഡാഷ് എന്ന് പറഞ്ഞ സെറ്റില് നമുക്ക് ഓൾറെഡി ഉണ്ടാകുന്ന എഫ് എന്നുള്ള സെറ്റ് ഉണ്ടല്ലോ, അതിനകത്തുള്ള റിഡൻഡന്റ് എഫ് ഡിസും റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സെറ്റിന് കിട്ടുന്ന പ്രോസസ്സാണ് മിനിമൽ കവറിന്റെ പ്രോസസ്സ്. ഓക്കെ, അപ്പൊ എന്താണ് മിനിമൽ കവർ എന്ന് മനസ്സിലാക്കുക. മിനിമൽ കവർ എന്ന് പറഞ്ഞാല് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിവൺ എഫ് ഡിയില് നമുക്കൊരു ഗിവൺ എഫ് ഡി തന്നിട്ടുണ്ട്, അതിന് നമ്മൾ എഫ് എന്ന് പേരിട്ടു. അപ്പൊ അതിന്റെ മിനിമൽ കവർ എന്ന് പറഞ്ഞ സംഭവം എഫ് ഡാഷ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ എഫ് ഡാഷില് റിഡൻഡന്റ് എഫ് ഡിസും റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സ് എല്ലാം കളഞ്ഞിട്ടുള്ള ഒരു സെറ്റാണ് എഫ് ഡാഷ്. എഫിന്റെ മിനിമൽ സെറ്റാണ് എഫ് ഡാഷ്. ഓക്കെ, അപ്പൊ അത് ചെയ്യാനായിട്ട് എന്താണ്? 3 സ്റ്റെപ്പ് പ്രോസസ് ആണ് മിനിമൽ കവർ കണ്ടുപിടിക്കുക. നമ്മൾ റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സും റിഡൻഡന്റ് എഫ് ഡിസ് ഒക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ സ്കീമയിൽ തന്നിരിക്കുന്ന എഫ് ഡിസിന്റെ എല്ലാത്തിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഡിപ്പെൻഡൻസീസ് എല്ലാം എന്തായിരിക്കണം? സിംഗിൾ ആട്രിബ്യൂട്ട് ആയിരിക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡി സെറ്റിലെ ഈച്ച് ആൻഡ് എവറി ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കണം? സിംഗിൾ ആട്രിബ്യൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന എക്സാമ്പിളില്, ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡി സെറ്റില് എ ഡിറ്റർമിൻസ് ബി സി എന്നുള്ള ഒരു എഫ് ഡി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ? എ ഡിറ്റർമിൻസ് ബി സി എന്ന് പറഞ്ഞ എഫ് ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡില് മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്. ഓക്കെ, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സിംഗിൾ ആട്രിബ്യൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് സിംഗിൾ ആട്രിബ്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഡികമ്പോസിഷൻ റൂൾ യൂസ് ചെയ്തിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ എ ഡിറ്റർമിൻസ് ബി സി എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ആർ എച്ച് എസിൽ എന്താണ്? മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് ഉള്ളത്. സ്റ്റെപ്പ് 1 നമുക്ക് എന്താ ചെയ്യേണ്ടത്? പോലെ മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് ഉള്ള എഫ് ഡിസിനെ എല്ലാം സിംഗിൾ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക യൂസിങ് ഡീകമ്പോസിഷൻ റൂൾ.
എ ഡിറ്റർമിൻസ് ബി എന്ന് പറയുന്നത് എ ഡിറ്റർമിൻസ് ബി എന്ന് ബി സി എന്ന് പറയുന്നത് എ ഡിറ്റർമിൻസ് ബി എന്ന് എഴുതാം, എ ഡിറ്റർമിൻസ് സി എന്ന് എഴുതാം. ഇതുപോലെ ഡികമ്പോസിഷൻ റൂള് അപ്ലൈ ചെയ്യുന്ന സംഭവമാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ മിനിമൽ കവർ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന എഫ് ഡിസിലുള്ള എല്ലാ എഫ് ഡിസിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സിംഗിൾ ആട്രിബ്യൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് സിംഗിൾ ആട്രിബ്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡികമ്പോസിഷൻ റൂൾ യൂസ് ചെയ്തിട്ട് അതിനെ സിംഗിൾ ആട്രിബ്യൂട്ട് ആക്കി മാറ്റുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡിസിന്റെ എല്ലാം എൽ എച്ച് എസ് നോക്കാം. ആർ എച്ച് എസ് കഴിഞ്ഞു, എൽ എച്ച് എസ് നോക്കാം. എൽ എച്ച് എസിൽ സിമ്പിൾ ആട്രിബ്യൂട്ട് ആണോ എന്ന് നോക്കാം. സിമ്പിൾ ആട്രിബ്യൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ടിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ അത് കളയേണ്ടതൊക്കെ ഒരു ടാസ്ക് ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെ കളയേണ്ടതുള്ളത് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നിരിക്കുന്ന ഡിപ്പെൻഡൻസിയുടെ സെറ്റില് എ ബി ഡിറ്റർമിൻസ് ബി എന്നുള്ളൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ എൽ എച്ച് എസിൽ എന്താണ്? മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് ഉള്ള എഫ് ഡിസിനെല്ലാം എന്താക്കണം? എക്സ്ട്രേനിയസ് ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്യാനാണ് സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞേക്കുന്നത്. അതായത് എ ബി ഡിറ്റർമിൻസ് ബി എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെ എക്സ്ട്രാ ആട്രിബ്യൂട്ട് റിമൂവ് ചെയ്ത് ചിലപ്പം എ ഡിറ്റർമിൻസ് ബി എന്നാക്കണം, അല്ലെങ്കിൽ ബി ഡിറ്റർമിൻസ് ബി എന്നാക്കണം, അല്ലെങ്കിൽ എ ബി ഡിറ്റർമിൻസ് ബി തന്നെയാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ട് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആർ എച്ച് എസിൽ സിംഗിൾ ആട്രിബ്യൂട്ട് ആക്കി, സെക്കൻഡ് സ്റ്റെപ്പിൽ എൽ എച്ച് എസിൽ സിംഗിൾ ആട്രിബ്യൂട്ട് ആക്കുക. അത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താണ്? തേർഡ് സ്റ്റെപ്പില് നമ്മളിപ്പോ റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എഫ് ഡി സെറ്റില് റിഡൻഡന്റ് എഫ് ഡിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റിഡൻഡന്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും ഒരു ടാസ്ക് ആണ്. നമുക്ക് കുറച്ച് പരിപാടി അവിടെ ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സിനെയും റിഡൻഡന്റ് എഫ് ഡിസിനെയും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 3 സ്റ്റെപ്പും കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സെറ്റ് ഉണ്ടല്ലോ, ഒരു എഫ് ഡി സെറ്റ് കിട്ടും, മിനിമൽ സെറ്റ് കിട്ടും. അതിനാണ് നമ്മൾ മിനിമൽ കവർ, അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ ഉണ്ട്, അതാണ് കനോണിക്കൽ കവർ എന്ന് പറയും. കനോണിക്കൽ കവർ. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത് ഫൈൻഡ് ദ മിനിമൽ കവർ ഓഫ് ദ ഫോളോയിങ് എഫ് ഡി, അല്ലെങ്കിൽ ഫൈൻഡ് ദ കനോണിക്കൽ കവർ ഓഫ് ദ ഫോളോയിങ് എഫ് ഡി എന്ന് ചോദിച്ചാൽ ഗിവൺ എഫ് ഡി ലിസ്റ്റ് എടുക്കുക, അതിനകത്ത് ഈ 3 സ്റ്റെപ്പും അപ്ലൈ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആർ എച്ച് എസ് സിംഗിൾ ആട്രിബ്യൂട്ട് ആക്കി മാറ്റുക, അതിന് ഡികമ്പോസിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? എൽ എച്ച് എസിൽ മൾട്ടി ആട്രിബ്യൂട്ട്സ് ആണോ എന്ന് നോക്കുക. മൾട്ടി ആട്രിബ്യൂട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, റിമൂവ് ചെയ്യേണ്ട പ്രോസസ്സ് പറഞ്ഞുതരാം. അപ്പം ഏത് ആട്രിബ്യൂട്ടിനെയാണ് റിമൂവ്, അതായത് 2 ആട്രിബ്യൂട്ട്സ് ഒന്നിച്ചിട്ട് ഉള്ള സംഭവം, എൽ എച്ച് എസിൽ 2 ആട്രിബ്യൂട്ട്സ് വരാൻ പാടില്ല. അങ്ങനെയുള്ള ഡിപ്പെൻഡൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വരുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിഡൻഡന്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിനെ റിമൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡിയിൽ ചിലപ്പം റിഡൻഡന്റ് എഫ് ഡി ആയിരിക്കാം ഏതെങ്കിലും ഒരെണ്ണം. അപ്പൊ അങ്ങനെയുള്ള റിഡൻഡന്റ് എഫ് ഡിസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? തേർഡ് സ്റ്റെപ്പും കഴിയും. ഈ 3 സ്റ്റെപ്പും കഴിഞ്ഞിട്ട് വരുന്ന ഫൈനൽ സെറ്റിനെയാണ് നമ്മൾ മിനിമൽ കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മിനിമൽ സെറ്റ് അല്ലെങ്കിൽ മിനിമൽ കവർ എന്നുകൊണ്ട് പറയുന്നത്. അപ്പൊ ഈ 3 സ്റ്റെപ്പ് നിങ്ങൾക്ക് തിയറി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇനി അതിന്റെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിളില് ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ, പ്രോബ്ലം ആണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഗിവൺ എഫ് ഡി തന്നിട്ടുണ്ട്, ഒരു എഫ് ഡി സെറ്റ് തന്നിട്ടുണ്ട് ഇ എന്നും പറഞ്ഞ്. ഇ ഈക്വൽ ടു ബി, സ്ക്രീനിൽ ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇ എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട്. ബി ഡിറ്റർമിൻസ് എ ഡിറ്റർമിൻസ് ഡി, എ ബി ഡിറ്റർമിൻസ് ഡി. ഫൈൻഡ് ദ മിനിമൽ കവർ ഓഫ് ഇ, അല്ലെങ്കിൽ കനോണിക്കൽ കവർ ഓഫ് ഇ. മിനിമൽ സെറ്റ് അങ്ങനെയൊക്കെ 3 തരത്തിൽ പറയാം. മിനിമൽ കവർ, കനോണിക്കൽ കവർ ഓർ മിനിമൽ സെറ്റ്. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന എഫ് ഡിസിന്റെ എല്ലാത്തിന്റെയും ആർ എച്ച് എസിൽ സിംഗിൾ ആട്രിബ്യൂട്ട് ആണോ എന്ന് നോക്കുക. അപ്പോ നോക്കിക്കഴിഞ്ഞാൽ ബി ഡിറ്റർമിൻസ് എ ഡിറ്റർമിൻസ് ഡി, എ ബി ഡിറ്റർമിൻസ് ഡി, എല്ലാത്തിന്റെയും ആർ എച്ച് എസ് സിംഗിൾ ആട്രിബ്യൂട്ട് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? എൽ എച്ച് എസ് ചെക്ക് ചെയ്യുക. എൽ എച്ച് എസിൽ എന്താണ്? സിംഗിൾ ആട്രിബ്യൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എൽ എച്ച് എസ് സിംഗിൾ ആട്രിബ്യൂട്ട് ആണോ നോക്കാം. വീണ്ടും എഫ് ഡിസ് എടുക്കുക. എഫ് ഡിസിൽ എന്താണ്? സ്റ്റെപ്പ് 1 കഴിഞ്ഞപ്പോ കിട്ടിയ എഫ് ഡി ലിസ്റ്റ് എടുക്കുക. എല്ലാത്തിന്റെയും എൽ എച്ച് എസ് സിംഗിൾ ആട്രിബ്യൂട്ട് ആണോ നോക്കുമ്പോ അല്ല. ഏതാണ്?
എ ബി ഡിറ്റർമിൻസ് ഡി എന്ന് പറയുന്നത് എൽ എച്ച് എസിൽ മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എ ബി ഡിറ്റർമിൻസ് ഡി എന്നാണ് ഉള്ളത്. അപ്പൊ അതിനകത്തുനിന്ന് റിഡണ്ടന്റ് ആട്രിബ്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് ഇനി പറയണത്. എ ബി ഡിറ്റർമിൻസ് ഡി. ഇതിനകത്തുനിന്ന് ഏനാണോ കളയേണ്ടത് റിഡണ്ടന്റ്? എ ബി ഡിറ്റർമിൻസ് ഡിനെ നമ്മൾ എന്ത് ചെയ്യണം? സിംഗിൾ ആട്രിബ്യൂട്ട് ആക്കി മാറ്റണം. എന്നാലാണ് സ്റ്റെപ്പ് 2 കഴിയുള്ളൂ. അപ്പൊ എ ബി ഡിറ്റർമിൻസ് ഡി എന്നുള്ള ആ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ എനെ കളയണോ അത് ബിനെയാണോ കളയണ്ടേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കണം. അപ്പൊ അത് തീരുമാനിക്കാനുള്ള പ്രൊസീജിയർ ആണ് എന്ത്? നമ്മൾ എന്ത് ചെയ്യാ? എ എ ബി ഡിറ്റർമിൻസ് ഡി എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ എനെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ബിയുടെ ക്ലോഷർ എടുക്കുക. എ ബി ഡിറ്റർമിൻസ് ഡി, ഇവിടെ ശ്രദ്ധിക്കണം, എ ബി ഡിറ്റർമിൻസ് ഡി എന്നുള്ള എഫ് ഡിസിൽ എൽ എച്ച് എസ് സിംഗിൾ ആട്രിബ്യൂട്ട് ആക്കി മാറ്റണമല്ലോ, എന്നാലാണല്ലോ സ്റ്റെപ്പ് 2 കഴിയുള്ളൂ. എ ബി ഡിറ്റർമിൻസ് ഡി എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ എനെ കളയണോ ബിനെ കളയണോ, അതോ രണ്ടും കൂടെ വേണോ? അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എനെ കളഞ്ഞിട്ട് ബി മാത്രമാക്കാം, അല്ലെങ്കിൽ ബിനെ കളഞ്ഞിട്ട് എനെ മാത്രമാക്കി ഡീനെ ഡിറ്റർമിൻ ചെയ്യാൻ വയ്ക്കാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഇങ്ങനെ തന്നെ ഇരിക്കണം, ഇതിനകത്ത് റിഡൻഡൻസി ഇല്ല, അങ്ങനെ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനെ കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ബിയുടെ അടുത്ത ആട്രിബ്യൂട്ട് ഏതാ ഉള്ളത്? ബി ആണ്. ബിയുടെ ക്ലോഷർ എടുക്കാം. ബിയുടെ ക്ലോഷർ എന്ന് പറയുമ്പോ ഏതൊക്കെ വരും? ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. ബിയുടെ ക്ലോഷറിൽ ആരൊക്കെ വരും? ബി വന്നു, എ വന്നു, ബി വന്നു, എ വന്നു, ഡി വന്നു. ഓക്കെ, ഈ ക്ലോഷർ ഇവിടെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ നോക്കി, ബിയുടെ ക്ലോഷറിൽ ആര് വന്നു? എ ഉണ്ട്, ആണല്ലോ. ക്ലോഷറിൽ എ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എ ബി ഡിറ്റർമിൻസ് ഡിനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ബി ഡിറ്റർമിൻസ് ഡി എന്ന് റീപ്ലേസ് ചെയ്യാം. കാരണം എ ബി ഡിറ്റർമിൻസ് ഡി എന്ന് പറഞ്ഞ എഫ് ഡിയില് എനെ കളഞ്ഞാലും കുഴപ്പമില്ല. കാരണം ബി ഡിറ്റർമിൻസ് ഡി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അതായത് എ ബി ഡിറ്റർമിൻസ് ഡി എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ എനെ കളയണോ ബിനെ കളയണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എനെ കളയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബിയുടെ ക്ലോഷറിൽ എ വരുന്നുണ്ടോ എന്ന് നോക്കാം. ബിയുടെ ക്ലോഷറിൽ എ വരുന്നുണ്ടെങ്കിൽ എന്താണ്? എനെ കളയണം. ഓക്കെ, ഇനി ബിനെ ആണോ കളയുക? അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് റിഡണ്ടന്റ് ആട്രിബ്യൂട്ട് അവിടെ കഴിഞ്ഞു. അപ്പൊ എ ബി ഡിറ്റർമിൻസ് ഡി എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം? ബി ഡിറ്റർമിൻസ് ഡി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കുക. റിഡണ്ടന്റ് ആട്രിബ്യൂട്ടിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. റിഡണ്ടന്റ് ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെയുള്ള ആട്രിബ്യൂട്ടിന്റെ ക്ലോഷറിൽ മറ്റേ റിഡൻഡൻസി ചെക്ക് ചെയ്യേണ്ട ആട്രിബ്യൂട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. വരുന്നുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ടിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. അപ്പൊ നമുക്ക് കിട്ടുന്ന സെറ്റാണ് ഈ എഴുതിയിരിക്കുന്നത്, ഈ ഒരു ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത്. റിഡൻഡന്റ് ആയിട്ടുള്ള എ ബി ഡിറ്റർമിൻസ് ഡി എന്ന് പറഞ്ഞ സാധനത്തിന് ബി ഡിറ്റർമിൻസ് ഡി ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്തു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി പോയിട്ട് വന്നിട്ട് തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? റിഡൻഡന്റ് എഫ് ഡിസ് ഏതൊക്കെയാന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡിസിൽ ബി ഡിറ്റർമിൻസ് എയും എ ഡിറ്റർമിൻസ് ഡിയും ബി ഡിറ്റർമിൻസ് ഡിയും ഉണ്ട്. ഓക്കെ, ഇത് മൂന്നാണ് ഉള്ളത്. ഇതിനകത്ത് റിഡൻഡന്റ് ആയിട്ടുള്ള എഫ് ഡി ഏതാന്ന് നോക്കാം. ബി ഡിറ്റർമിൻസ് എയും എ ഡിറ്റർമിൻസ് ഡിയും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻഫറൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് അതിനകത്ത് റിഡൻഡന്റ് ആയിട്ടുള്ള എഫ് ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബി ഡിറ്റർമിൻസ് എ ഓക്കെ ആണ്, എ ഡിറ്റർമിൻസ് ഡിയും ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് എഫ് ഡിയിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർ ചെയ്യാൻ പറ്റും? ബി ഡിറ്റർമിൻസ് ഡി എന്ന് പറഞ്ഞ എഫ് ഇൻഫർ ചെയ്യാലോ. ഇതിന്ന് രണ്ടീന്നും ഇതിനെ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ സാധനം ബി ഡിറ്റർമിൻസ് ഡി എന്ന് പറയുന്ന സാധനം എന്താണ്? അവിടെ അവിടെ റിഡൻഡന്റ് എഫ് ഡി ആണ്. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്തപ്പോ ഫൈനൽ മിനിമൽ സെറ്റ് ഇതാണ് ബി ഡിറ്റർമിൻസ് എ, എ ഡിറ്റർമിൻസ് ഡി. അപ്പോ ഇതാണ് നമ്മുടെ മിനിമൽ കവർ ഓഫ് ഇ. അത് ഡിനോട്ട് ചെയ്യണത് ഇ പ്ലസ് വെച്ച്. ഓക്കെ, അപ്പോ മിനിമൽ കവർ കണ്ടുപിടിക്കണമെന്നുള്ള 3 സ്റ്റെപ്സ് ആണ് പറഞ്ഞത്. റിഡൻഡന്റ് എഫ് ഡിസ് കണ്ടുപിടിക്കുന്ന തേർഡ് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രാൻസിറ്റീവ് റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിഡൻഡന്റ് എഫ് ഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതല്ലാത്ത കേസും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.
അപ്പം ഇതാണ് മിനിമൽ കവർ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ്. നിങ്ങൾക്ക് അത് അത്ര ക്ലിയർ ആയി കാണില്ലാന്ന് എനിക്കറിയാം. ഇത് ഈ ഒരു പ്രോബ്ലം നോക്കി ഒന്നും കൂടി വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ ഇച്ചിരി പാടുള്ള സംഭവമാണ് ക്ലോഷർ കണ്ടുപിടിക്കുന്നതും ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും. അപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യണത് റിഡൻഡന്റ് ആട്രിബ്യൂട്ട് നമ്മൾ റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് കളയുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ റിഡൻഡന്റ് എഫ് ഡീസിനെ നമ്മൾ റിമൂവ് ചെയ്യുക. റിഡൻഡന്റ് എഫ് ഡീസ് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന എഫ് ഡീസിൽ എന്തെങ്കിലും റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഈ തന്നിരിക്കുന്ന എഫ് ഡീസിൽ നമുക്കിപ്പോ റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സ് കളഞ്ഞു കഴിഞ്ഞപ്പോ കിട്ടിയ എഫ് ഡീസിൽ ഇതാണ് കിട്ടിയത്. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോ തന്നെ ബി ഡിറ്റർമിൻസ് എയും എ ഡിറ്റർമിൻസ് ഡിയും ഉണ്ട്. അതായത് ഈ രണ്ട് എഫ് മാത്രം മതി. ഇതന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടൂലോ. ഡിറ്റർമിൻസ് എയും ഉണ്ട്, എ ഡിറ്റർമിൻസ് ഡിയും ഉണ്ടെങ്കിൽ ബി ഡി നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ. റിഡൻഡന്റ് എഫ് ഡി ആണ് അത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് കളഞ്ഞത്. അപ്പൊ ബാക്കി വരുന്ന സെറ്റ് ഏതൊക്കെയാണ്? ബി ടു എ ടു ഡി. ഇതാണ് അതിന്റെ മിനിമൽ കവർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, നീ വരുന്ന പോർഷൻസ് എല്ലാം കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാനുള്ളതും ക്ലോഷർ ഇക്വലൻസ് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലം പോലെയാണ്. ഈ പ്രോബ്ലംസ് പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്കും ചോദിക്കുള്ളൂ. ഓക്കെ, ഞാൻ ഈ നോട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഈ നോട്ട് ഫൈനൽ അല്ല, ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും ഈ മിനിമൽ കവറും ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ക്ലോഷറൊക്കെ മറന്നു പോവാതെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്ത പോർഷൻ മനസ്സിലാവും.